കാത്തുവിന്റെ അടുത്ത് ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാ കുറച്ച് ടൈം വേണം. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സിറ്റിയില് ബാക്കി കുറെ ഗേൾസിനെയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, എനിക്ക് അങ്ങനെ കാത്തുവിനെ അങ്ങനെ എന്ന് വെച്ചാൽ കാത്തു ഇപ്പോഴും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂലേ. എന്നേലും നിനക്ക് വാല്യൂ മനസ്സിലാവുമായിരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കാണുമായിരിക്കും എന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞാൻ കാത്തുവിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് ഇതേമാതിരി രാത്രി വീകുമ്പോ അണ്ണനും അണ്ണന്റെ സൂസന്റെ ഒരു സ്റ്റോറി പറയും. എന്ന് വെച്ചാ സൂസൻ അണ്ണന് അത്ര വാല്യൂ കൊടുത്ത ഒരു പേഴ്സൺ ആണ് ചിലയില്ലേ. എന്ന് വെച്ചാ എന്ത് കാര്യത്തിനും അണ്ണന്റെ കൂടെ നിന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്ത് ഗ്യാങ് സിറ്റുവേഷൻ ആയാലും ഇപ്പൊ അണ്ണൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ അണ്ണന്റെ കൂടെ പരത്തു വരില്ല. എനിക്ക് സെയിം ആ ഒരു ഇതായിട്ടാണ് കാത്തുവിനെ തോന്നിയിരിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിനിഞ്ഞാന്നത് കേട്ടപ്പോ എന്താ പറയുക, അണ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് വെച്ചാ നമ്മളിപ്പോ ആരും പറയണേ കേട്ട് ഒരു തീരുമാനം എടുക്കരുത്. അണ്ണനിപ്പോ റിഗ്രറ്റ് അടിക്കണ മതി, ലാസ്റ്റ് നമ്മളൊരു റിഗ്രറ്റ് അടിക്കും. എനിക്ക് കാത്തുവിനെ ഇഷ്ടമാണ്. എനിക്ക് മുമ്പ് ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടോ അത്? ഉണ്ട് കാത്തു. എന്ന് വെച്ചാൽ കാത്തു ഇല്ലാത്തപ്പോ എനിക്കത് മനസ്സിലായി. കാത്തു ഐ ലവ് യു. ഐ ലവ് യു. കാത്തുവിനെ കുറെ വിഷമിപ്പിച്ചതിന് സോറി. ഇനി അത് ഉണ്ടാവില്ല. അല്ല, അതൊന്നും കുഴപ്പമില്ല. റിലേഷൻ ആവുമ്പോഴത്തേക്ക് എപ്പോഴും ഒരേപോലെ പോകത്തില്ലല്ലോ. മറ്റേ മാറിയും തിരിഞ്ഞ് വരുമ്പോഴേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാല്യൂ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും തിരിച്ചു വന്നു. അത് മനസ്സിലായി. പക്ഷെ ഇത് എന്താ പറയുവാ, കാത്തുവിന് പഴയ പോലെ ഒന്നല്ല. കാത്തുവിന്റെ എന്റെ ആര് ചോദിച്ചാലും എന്റെ പേര് പറഞ്ഞാൽ മതി.